നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ശരീരത്തെ ഒരു മത്സരവേദിയാക്കി മാറ്റിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയും പരസ്യങ്ങളും ഐഡിയൽ ബോഡി എന്ന കൃത്രിമ മാനദണ്ഡം സൃഷ്ടിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്നുണ്ട്. ഇതിന്റെ ഫലമായി ബോഡി ഇമേജിംഗ് ഇഷ്യൂ, ഈറ്റിംഗ് ഡിസോർഡർ, ഡിപ്രഷൻ തുടങ്ങി നിരവധി മാനസികമായ പ്രശ്നങ്ങൾ ഇന്ന് സർവ്വസാധാരണമായിരിക്കുന്നു. നാം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ശരീരത്തിന്റെ മൂല്യം അതിന്റെ ആകൃതിയിലോ വലിപ്പത്തിലോ സൗന്ദര്യത്തിലോ ഒന്നുമല്ല. നമ്മുടെ ബോഡി ഇമേജ് നിശ്ചയിക്കേണ്ടത് മറ്റുള്ളവരല്ല, നാം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ശരീരത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് അതിനെ ഒരു ശത്രുവായി കാണാതെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു കൂട്ടുകാരനെ പോലെ കരുതുക. അതാണ് യഥാർത്ഥ ആരോഗ്യം. നമ്മൾ ജീവിക്കുന്ന ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ബോഡി ഇമേജ് എന്നത് ഒരു പേഴ്സണൽ ഇഷ്യൂ മാത്രമല്ല, അതൊരു സോഷ്യൽ പ്രോബ്ലം തന്നെയാണ്. ഫിൽറ്റേഴ്സ് നിറഞ്ഞ ഫോട്ടോസ് കണ്ടു പെർഫെക്റ്റ് ബോഡി എന്ന അൺറിയലിസ്റ്റിക് സ്റ്റാൻഡേർഡിൽ കുടുങ്ങിയും എത്രയോ പേർ സ്വന്തം ശരീരത്തെ വെറുക്കാൻ പഠിച്ചിരിക്കുന്നു. എന്നാൽ ഇതൊന്നുമല്ല സത്യമെന്ന് നാം തിരിച്ചറിയുക. ഓരോ ശരീരവും യൂണിക്കാണ്, വിലപ്പെട്ടതാണ്. ബ്യൂട്ടി എന്നത് ഒരു സൈസല്ല, ഷേപ്പോ കളറോ ഒന്നുമല്ല. അത് കോൺഫിഡൻസ് ആണ്, സെൽഫ് അക്സെപ്റ്റൻസ് ആണ്, നമ്മൾ നമ്മളാണ് എന്ന അവയർനെസ് ആണത്. നെഗറ്റീവ് കമന്റ്സ്, ബോഡി ഷെയ്മിങ്, അൺറിയലിസ്റ്റിക് സ്റ്റാൻഡേർഡ്സ് എന്നിവയെല്ലാം ഒരാളുടെ മനസ്സിനെ ഹേർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. സെൽഫ് ലവ് എന്നത് സെൽഫിഷ് അല്ല, അത് മെന്റൽ ഹെൽത്തിനും പീസ്ഫുൾ ലൈഫിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെൽത്തി ആയിരിക്കുക എന്നത് സ്ലിം ആവുക എന്നതോ പെർഫെക്റ്റ് ആവുന്നതോ അല്ല. ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കുക എന്നതാണത്. അത് തന്നെയാണ് റിയൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയെ വെറുക്കാതെ കെയർ ചെയ്യാൻ പഠിക്കുക. ജീവിതത്തിൽ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പിയറൻസ് അല്ല, ആറ്റിറ്റ്യൂഡാണ്. കണ്ണാടിയിൽ കാണുന്ന ശരീരം മാത്രമല്ല നമ്മൾ, അതിനകത്ത് ഡ്രീംസും ടാലന്റും ഇമോഷൻസും ഒക്കെയുള്ള ഒരു സാധാരണ മനുഷ്യനുണ്ട്. അത് നാം മറക്കാതിരിക്കുക. നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്യുക. സെൽഫ് കോൺഫിഡൻസ് ഉള്ളവരായിരിക്കുക. കാരണം നിങ്ങൾ നിങ്ങളുടെ രൂപത്തെക്കാൾ സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിനെയാണ്.